ഇന്ന് ബലിപെരുന്നാൾ ആഘോഷിക്കുന്ന എല്ലാ മുസ്ലിം സഹോദരന്മാർക്കും സഹോദരിമാർക്കും ആദ്യമായി ആശംസകൾ നേരുകയാണ്. ബലിപെരുന്നാൾ എന്ന് പറയുന്നത് ഇബ്രാഹിം നബി ദൈവത്തിൻ്റെ ആജ്ഞ അനുസരിച്ച് അദ്ദേഹത്തിൻ്റെ ഏകജാതനായ പുത്രനെ ബലി കൊടുക്കാൻ ഉദ്യമിച്ചുവെന്നും ദൈവം തന്നെ ഇടപെട്ട് അദ്ദേഹത്തെ അതിൽ നിന്ന് പിന്തിരിപ്പിച്ചുവെന്നും കുട്ടിക്ക് പകരം ഒരാടിനെ അറുത്തുകൊണ്ട് ബലി നൽകിയെന്നുമാണ് ഐതിഹ്യം. അതിൻ്റെ സ്മരണ പുതുക്കാനാണ് ആണ്ടോടാണ്ട് മുസ്ലിങ്ങൾ ഈ ബലി പെരുന്നാൾ അഥവാ ഈദുൽ അസ്ഹ ആഘോഷിക്കുന്നത്. ഇത് യഹൂദന്മാരുടെയും ക്രിസ്ത്യാനികളുടെയും വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അവർ രണ്ടു കൂട്ടരും പക്ഷേ ഇങ്ങനെ ഒരു ആഘോഷം നടത്തുന്നില്ല എന്ന് മാത്രം. എന്തുമാകട്ടെ, ഈ ബലിപെരുന്നാൾ ദിവസവും വലിയ വേദന അനുഭവിക്കുന്ന, യാതന അനുഭവിക്കുന്ന ഒരു പറ്റം ആളുകൾ, അതിലധികവും കുട്ടികളാണ് ഈ ലോകത്തുണ്ട്. അതാരാണെന്ന് വെച്ചാൽ ഈ പലസ്തീൻ്റെ ഭാഗമായ ഗസയിൽ ഉള്ള കുട്ടികളാണ്. അവിടെയുള്ള മുതിർന്നവരാണ്. ഏതാണ്ട് 1.5 വർഷത്തിലധികമായി, 2 വർഷത്തോളമായി ഇസ്രായേൽ നടത്തിക്കൊണ്ടേയിരിക്കുന്ന വലിയ നരമേധമാണ് അവിടെ അരങ്ങേറുന്നത്. ഇടയ്ക്ക് യുദ്ധം നിർത്തിയതായിരുന്നു, പിന്നെ നിർത്തിയ യുദ്ധം പുനരാരംഭിച്ചു. നേരത്തെ പലസ്തീൻകാർ അഥവാ ഹമാസുകാർ അത്യാവശ്യം തിരിച്ചടിയൊക്കെ നൽകിയിരുന്നു. ഇപ്പോൾ അവർക്ക് തിരിച്ചടിക്കാൻ കൈ പൊങ്ങാതെ, തല നിവർന്ന് നിൽക്കാൻ പറ്റാത്ത അവസ്ഥ. അതുകൊണ്ട് തികച്ചും ഏകപക്ഷീയമായ യുദ്ധമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇസ്രായേലി വിമാനങ്ങൾ പറന്നു വരുന്നു, മിസൈലുകൾ അയക്കുന്നു, ബോംബിടുന്നു, ഷെൽവർഷം നടത്തുന്നു, ആശുപത്രികൾ തകർക്കുന്നു, വീടുകൾ തകർക്കുന്നു, വിദ്യാലയങ്ങൾ തകർക്കുന്നു. ഈ ഒളിഞ്ഞിരിക്കുന്ന തീവ്രവാദികളെ പിടിക്കാൻ വീണ്ടും വീണ്ടും ആക്രമണം നടത്തുമ്പോൾ സിവിലിയന്മാർ ധാരാളം മരിക്കുന്നു, വൃദ്ധന്മാർ മരിക്കുന്നു, സ്ത്രീകൾ മരിക്കുന്നു, കുട്ടികൾ മരിക്കുന്നു, വെറും സാധാരണക്കാർ, നിസ്സഹായരായ മനുഷ്യർ മരിക്കുന്നു. അപ്പോൾ ഇത് എല്ലാ സീമകളും ലംഘിച്ചു എന്നിപ്പോൾ എല്ലാവർക്കും മനസ്സിലായി. ഈ ഘട്ടത്തിൽ ബ്രിട്ടൻ ഈ കൂട്ടക്കൊലയെ അപലപിക്കുന്നുണ്ട്, ഫ്രാൻസ് അപലപിക്കുന്നുണ്ട്, കാനഡ അപലപിക്കുന്നുണ്ട്, അയർലൻഡ് അപലപിക്കുന്നുണ്ട്, സ്പെയിൻ അപലപിക്കുന്നുണ്ടെന്ന് മാത്രമല്ല ഇസ്രായേലുമായിട്ടുള്ള കരാറുകൾ റദ്ദാക്കുന്നുണ്ട്. ജർമ്മനിയും ഇത് ശരിയല്ല എന്ന അഭിപ്രായക്കാരാണ്. പക്ഷേ ഇതൊന്നും ഇസ്രായേലുകാരുടെ ചെവിയിൽ കയറുകയില്ല. അവസാനത്തെ ഹമാസുകാരനെ വരെ അറുത്ത് ബിരിയാണി വച്ചതിന് ശേഷമേ യുദ്ധം നിർത്തുകയുള്ളൂ എന്നാണ് നെതന്യാഹു പറയുന്നത്. ആദ്യകാലത്ത് ഈ ഹമാസുകാരെ കൈമയും മറന്ന് അനുകൂലിക്കുകയും കൈയടിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ഒക്കെ ചേർന്ന ആളുകൾ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. മുസ്ലിം ലീഗുകാരുണ്ടായിരുന്നു, CPM കാരുണ്ടായിരുന്നു, DYFI ഉണ്ടായിരുന്നു, മറ്റൊരുപാട് സംഘടനകളുണ്ടായിരുന്നു. അവരാരെയും ഇപ്പോൾ കാണാനില്ല. ഇപ്പോൾ ഹമാസ് ഐക്യദാർഢ്യ പ്രക്ഷോഭങ്ങളും ഒരു സ്ഥലത്തുമില്ല. അറബ് രാജ്യങ്ങളെല്ലാവരും തന്നെ നിസ്സംഗരാണ്. ബ്രിട്ടനും ഫ്രാൻസും കാണിക്കുന്ന പോലെ ആദര വ്യായാമം പോലും അവർ ചെയ്യുന്നില്ല. ഇവിടെ ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നതായിട്ട് ഈജിപ്റ്റോ അല്ലെങ്കിൽ സിറിയയോ ജോർഡാനോ സൗദി അറേബ്യയോ ആരും തന്നെ കണക്കാക്കുന്നില്ല. ഇറാൻ ആദ്യകാലത്ത് അനുഭാവം പ്രകടിപ്പിച്ചു, ഇപ്പോൾ അവർ നിശബ്ദരാണ്. തുർക്കിയും ഒരു സമയത്ത് വാഗൊണ്ട് മദ്ദളം കൂട്ടിയിരുന്നു. അവരിപ്പോൾ മദ്ദളവുമില്ല മൃദംഗവുമില്ല എന്ന അവസ്ഥയിൽ നിൽക്കുകയാണ്. തുർക്കിക്ക് ഇപ്പോൾ പാകിസ്ഥാനോടാണ് കൂടുതൽ അനുകമ്പ. പിന്നെ വന്നിട്ടും പോയിട്ടും ആകെയുള്ളത് യമനിലെ ഹൂതികൾ എന്ന് പറഞ്ഞൊരു വിഭാഗക്കാരാണ്. ഇപ്പോൾ ഇസ്രായേൽ അവിടെയും ബോംബ് കൊടുത്തിട്ടുകൊണ്ടിരിക്കുകയാണ്, മിസൈൽ കൊണ്ട് ആക്രമിക്കുകയാണ്. ഹൂതികളുടെ ആദിയും പുതിയും മാറി എന്ന അവസ്ഥയിൽ കൂടിയാണ് അവരിപ്പോൾ കടന്നു പോകുന്നത്. പിന്നെ മുമ്പ് നമ്മുടെ ഹിസ്ബുള്ള ഉണ്ടായിരുന്നു. ഇപ്പോൾ ഹിസ്ബുള്ളയുടെ പപ്പും പൂടെയും പറിച്ച അവസ്ഥയിലാണ്. അവരുമൊക്കെ ഷെഡിൽ കയറി. അങ്ങനെ ഈ നെതന്യാഹുവിനെ എതിർക്കാൻ അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ സൈനിക ശക്തിയെ ചെറുക്കാൻ ഇന്നിപ്പോൾ ലോകത്ത് ആരുമില്ല എന്ന അവസ്ഥയാണ്. പിന്നെ ഇവർക്ക് സർവ്വവിധ പിന്തുണ കൊടുത്തുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം അമേരിക്കയാണ്. അമേരിക്കയിൽ തന്നെയുള്ള യഹൂദ ലോബി വളരെ ശക്തമാണ്. അപ്പോൾ അവരുടെ ഒരു വലിയ പിന്തുണയോടുകൂടിയിട്ട് ഇസ്രായേലിൻ്റെ സൈനികർ ഇങ്ങനെ ഭയാനകമായ രീതിയിൽ ഗാസയിൽ കൂട്ടക്കൊല നടത്തുകയാണ്. കുട്ടികളെയും മുതിർന്നവരെയും മുച്ചൂടും മുടിപ്പിക്കുകയാണ്. ഈ ഘട്ടത്തിൽ നമ്മുടെ രാജ്യത്ത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നേരത്തെ പ്രതിഷേധിക്കാനും പ്രകടനം നടത്താനൊക്കെ പോയ ആളുകളൊക്കെ ഇപ്പോൾ ഷെഡിൽ കയറി. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ആരുണ്ട് എന്ന് ചോദിച്ചാൽ വന്നിട്ട് പോയിട്ടും ആകെയുള്ള സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ, അതായത് SIO എന്ന് പറയും. SIO ജമാഅത്തെ ഇസ്ലാമിയുടെ വിദ്യാർത്ഥി വിഭാഗമാണ്. അവർ മനസാക്ഷിയുള്ളവരാണ്. ഈ ഇസ്രായേലുകാർ ഗാസയിൽ നടത്തുന്ന നരമേധത്തിൽ പ്രതിഷേധിച്ച് അവർക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്യണ്ടേ? ഡൽഹിയിൽ പോയി ഇസ്രായേൽ എംബസിന് മുമ്പിൽ പ്രകടനം നടത്താം, സമരം ചെയ്യാമെന്ന് വെച്ചാൽ മേല് തോന്നുന്ന പരിപാടിയാണ്.
ഡൽഹിയിൽ മോഡിയുടെ ഭരണമാണ്. സംസ്ഥാനം ഭരിക്കുന്നതും മോഡിയാണ്, കേന്ദ്രം ഭരിക്കുന്നതും മോഡിയാണ്. കേന്ദ്രത്തിൻ്റെ പോലീസിനാണ് ഡൽഹിയിലെ ക്രമസമാധാന പരിപാലന ചുമതല. അവിടെ പോയി സമരം ചെയ്താൽ ആടിയടി പൂരം പൊടിയേരി കഞ്ഞേരി. ഈ മേലുതോവുന്ന പരിപാടിക്ക് പൊതുവെ SIOക്കാർ പോവില്ല. അവർ ദേഹാധ്വാനം കുറഞ്ഞ ഷർട്ടിൽ പൊടി പറ്റാത്ത പരിപാടികൾക്ക് മാത്രമേ പോകും. നേരത്തെ സ്റ്റാർബക്സിലും മക്ഡൊണാൾഡിലുമൊക്കെ ഇവർ സമരത്തിന് പോയി. അത് ഇസ്രായേലുകാരുമായിട്ട് ബന്ധമുള്ള കമ്പനിയാണ്, അല്ലെങ്കിൽ യഹൂദന്മാരുടെ ഉടമസ്ഥയിലുള്ള സ്ഥാപനമാണ് എന്ന് കേട്ടിട്ട് ഇപ്പോൾ അതും പറ്റാത്ത സാഹചര്യമായി. കോഴിക്കോട്ട് ഇവർ സമരം ചെയ്താൽ പോലും പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യും. കാരണം മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയോട് പഴയ പോലെ മുഹബത്തില്ല. അതുകൊണ്ട് ആ സമരവും നടക്കുകയില്ല എന്ന് മനസ്സിലായ SIOക്കാർ അവർ ബുദ്ധിമാന്മാരാണ്. അവർ നമ്മുടെ ടാറ്റയുടെ സ്റ്റുഡിയോ എന്ന് പറഞ്ഞ വസ്ത്രവിൽപ്പനശാലയുടെ മുമ്പിൽ സമരം തുടങ്ങിയിരിക്കുകയാണ്. ഈ സ്റ്റുഡിയോ പൂട്ടിക്കും എന്നുള്ളതാണ് ഇവരുടെ പുതിയ മുദ്രാവാക്യം. കാരണം എന്ന് വെച്ചാൽ പണ്ട് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ജീവിത നിഴൽപ്പാടുകളിലല്ല, മറ്റൊരു ചെറിയ നോവലുണ്ട്, അതിൽ ഒരു കഥാപാത്രം ചോദിക്കുന്നുണ്ട്, യുദ്ധം പ്രമാണിച്ച് പുല്ലിന് വില കൂടി എന്ന് പറയുമ്പോൾ ബഷീർ ഈ കുട്ടിയോട് ചോദിക്കുന്നുണ്ട്, യുദ്ധത്തിനെതിരെ പുല്ല് ശരിയല്ലേ? അതുപോലെ ഗാസയിൽ യുദ്ധം നടക്കുന്നതിന് കോഴിക്കോട്ട് സ്റ്റുഡിയോയുടെ മുമ്പിൽ സമരം ചെയ്തിട്ട് എന്താ കാര്യം എന്ന് ചോദിച്ചാൽ അവർക്ക് ഉത്തരവുണ്ട്. ഈ സ്റ്റുഡിയോ എന്ന് പറഞ്ഞ വസ്ത്ര നിർമ്മാണ വിപണനശാല താരതമ്യേന കുറഞ്ഞ വിലയ്ക്ക് നല്ല വസ്ത്രങ്ങൾ വിൽക്കുന്ന ഒരു സ്ഥാപനമാണ്. അത് ടാറ്റയുടെ ഉടമസ്ഥയിലുള്ളതാണ്. ടാറ്റ എന്ന് വെച്ചാൽ നമ്മുടെ ടാറ്റ, ബിർള, സിംഗാനിയ, ഡാൽമിയ ഗ്രൂപ്പിൽപ്പെട്ട ടാറ്റ വലിയൊരു കുത്തകയാണ്. അവർക്ക് പല ബിസിനസ്സുകളുമുണ്ട്. ടാറ്റയുടെ ഉപ്പുണ്ട്, ടാറ്റയുടെ കർപ്പൂരമുണ്ട്, ടാറ്റയുടെ എയറോപ്ലെയിൻ ഉണ്ട്, ടാറ്റയുടെ തേയിലയുണ്ട്, ടാറ്റയ്ക്ക് സ്വന്തമായിട്ട് ഇരുമ്പുരുക്ക് നിർമ്മാണശാലയുണ്ട്, ടാറ്റ ബസ്സിൻ്റെ ഷാസ ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ രാജ്യത്ത് ഒരുമാതിരിപ്പെട്ട എല്ലാ വ്യവസായങ്ങളിലും കൈവച്ചിട്ടുള്ള, മിക്കവാറും എല്ലാത്തിലും വിജയം പ്രാപിച്ചിട്ടുള്ള വലിയ ഒരു വ്യവസായ ശൃംഖലയുടെ ഉടമസ്ഥരാണ് ടാറ്റാസ്. അവർക്ക് സ്വന്തമായിട്ട് ഹോട്ടലുകളുണ്ട്. അവർക്ക് എന്താ ഇല്ലാത്തതെന്ന് ചോദിച്ചാൽ മതി, എല്ലാമുണ്ട്. രാജ്യത്ത് എന്തൊക്കെ ഉണ്ടാകാമോ അതെല്ലാം ഉണ്ട്. അങ്ങനെ വളരെ സമ്പന്നരായ പാഴ്സി ബിസിനസ്സുകാരുടെ ഒരു ഗ്രൂപ്പാണ് ടാറ്റ. ബ്രിട്ടീഷുകാർ ഭരിക്കുന്ന കാലത്ത് തന്നെ ടാറ്റാസ് വളരെ ശക്തരാണ്. സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷവും കോൺഗ്രസിൻ്റെ സ്ഥാനത്ത് BJP വന്നതിന് ശേഷവും അവരുടെ പ്രാബല്യത്തിനോ പ്രാമാണ്യത്തിനോ യാതൊരു കുറവും സംഭവിച്ചിട്ടില്ല. പിൽക്കാലത്ത് ഈ അംബാനിയെപ്പോലെ അദാനിയെപ്പോലെയുള്ള പുതുപ്പണക്കാരൊക്കെ കയറി വന്നെങ്കിലും ടാറ്റാസിൻ്റെ തറവാടിത്തത്തിന് ഇന്നും യാതൊരു മങ്ങലും ഉണ്ടായിട്ടില്ല. ടാറ്റ കൺസൾട്ടൻസി സർവീസ് എന്നൊക്കെ പറഞ്ഞാൽ ലോകോത്തരമായ സ്ഥാപനമാണ്. ടാറ്റയാണ് നമ്മുടെ എയർ ഇന്ത്യ ഏറ്റെടുത്തിട്ടുള്ളത്. നേരത്തെ തന്നെ വിസ്താര എന്ന വിമാന കമ്പനി നടത്തിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ള ടാറ്റയുടെ താരതമ്യേന വളരെ വളരെ അപ്രധാനമായ ഒരു വസ്ത്രനിർമ്മാണ സംവിധാനമാണ് എന്ത്, സ്റ്റുഡിയോ. ആ സ്റ്റുഡിയോയുടെ പടിക്കൽ പോയി സമരം ചെയ്തിട്ടാണ് നമ്മുടെ SIOക്കാരായ കുട്ടികൾ ഈ ഗസയുടെ കണ്ണീരൊപ്പം പോകുന്നത്. ഇവർ പറയുന്നത് ഈ സ്റ്റുഡിയോയിൽ ഉണ്ടാക്കുന്ന വസ്ത്രങ്ങൾ സാമ്രാജ്യത്വത്തിൻ്റെ ഉൽപ്പന്നങ്ങളാണ്. സാമ്രാജ്യത്വത്തെ ചെറുക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? സ്റ്റുഡിയോയെ ബഹിഷ്കരിക്കണം. സ്റ്റുഡിയോയിൽ നിന്ന് ഇത്തവണ ഒറ്റ ആൾ പെരുന്നാളിന് കോടി മേടിക്കാൻ പാടില്ല. ഇനി മേലിൽ മേടിക്കാനേ പാടില്ല. ഈ കട പൂട്ടിക്കണം. ഈ കച്ചവടം പൂട്ടിക്കഴിഞ്ഞാൽ ടാറ്റ മുട്ടുകുത്തും. ടാറ്റ മുട്ടുകുത്തി കഴിഞ്ഞാൽ ടാറ്റയുടെ ഉറ്റ പങ്കാളിയാണ് ഇസ്രായേൽ. ഇസ്രായേലിലേക്കുള്ള എന്തൊക്കെയോ സാധനങ്ങൾ ടാറ്റ ഉൽപ്പാദിപ്പിച്ച് കൊടുക്കേണ്ടത്. ആ ഉൽപ്പന്നങ്ങൾ കിട്ടാതെ വരുമ്പോൾ നെതന്യാഹു മുട്ടുകുത്തും. നെതന്യാഹു മുട്ടുകുത്തല്ല, നെതന്യാഹു അവിടെ നിന്ന് എഴുന്നേറ്റ് 101 ഏത്ത വിടും. എന്നിട്ട് കേരളത്തിലെ SIOക്കാരെ വിളിച്ച് കരഞ്ഞ് അപേക്ഷിക്കും, SIOക്കാരെ മക്കളെ നിങ്ങൾ സമരം പിൻവലിക്കണം, നിങ്ങൾ സമരം പിൻവലിച്ച് ടാറ്റയെ സഹായിക്കണം, ടാറ്റയുടെ കച്ചവടം പൂട്ടിക്കരുത്. സ്റ്റുഡിയോ പൂട്ടിയാൽ പിന്നെ ടാറ്റ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. അതുകൊണ്ട് നിങ്ങൾ സമരം നിർത്തി പാവപ്പെട്ട ടാറ്റയെ സഹായിക്കണം. ടാറ്റയെ സഹായിക്കുക വഴിക്ക് ഇസ്രായേലിനെ നിലനിർത്തണം. ടാറ്റ ഇല്ലെങ്കിൽ ഇസ്രായേലില്ല. ഇസ്രായേലിനോട് ജൂതന്മാർ വരെ ടാറ്റ പറഞ്ഞു പോകും. അതുകൊണ്ട് SIOനെ വിളിച്ച് അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിക്കാരെ വിളിച്ച് കോഴിക്കോട് വെള്ളിമാട് കുന്നിൽ വന്ന് സന്ധി സംഭാഷണം നടത്തി ഗസയെ രക്ഷിക്കും. അതുവരെ ഗസ ബാക്കിയുണ്ടാവും നമുക്കറിയില്ല. ഏതായാലും ഈ സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷനിലെ കുട്ടികൾ വളരെ രസികന്മാരാണെന്നുള്ളതിന് വേറെ യാതൊരു തെളിവും വേണ്ട. ഈ സമരം വമ്പിച്ച വിജയമായി. കാരണം എല്ലാ മാധ്യമങ്ങളും ഏറ്റുപിടിച്ചു. മുസ്ലിം ഗ്രൂപ്പുകളെക്കാൾ കൂടുതലായിട്ട് അമുസ്ലിം ഗ്രൂപ്പുകളിലാണ് ഇത് ചർച്ച ചെയ്തത്. സംഘപരിവാറുകാരും ക്രിസംഖികളും ഒക്കെ പ്രതിജ്ഞ എടുത്തിട്ടുണ്ട്. എന്ത്, ഇനി മേലിൽ വസ്ത്രം മേടിക്കണമെങ്കിൽ സ്റ്റുഡിയോയിൽ നിന്ന് മാത്രമേ മേടിക്കൂ, ബാക്കി എല്ലാ കടകളും ബഹിഷ്കരിക്കും.
പ്രത്യേകിച്ച് അലി മുതലാളിയുടെ ലുലുമാളിലുള്ള വസ്ത്ര വിൽപ്പനശാലകളെല്ലാം ബഹിഷ്കരിക്കും. അങ്ങനെ അലി മുതലാളിയെ മുട്ടുകുത്തിക്കും, മറ്റ് മുതലാളിമാരെയും മുട്ടുകുത്തിക്കും. ടാറ്റയെ തൊട്ടുകളിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല, ടാറ്റയാണ് നമ്മുടെ ദൈവം എന്ന് അവർ പറയാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ രസകരമായ രീതിയിൽ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിലിപ്പോൾ ആര് ജയിക്കും ആര് തോക്കുമെന്ന് പറയാൻ ഞാൻ ആളല്ല. ഏതായാലും ഗസയെ രക്ഷിക്കാനുള്ള അവസാനത്തെ ശ്രമമാണ് ഈ സ്റ്റുഡിയോയ്ക്ക് മുമ്പിൽ നടക്കുന്ന സമരം. നിഷ്പക്ഷ ജിഹാദികളും പ്രത്യക്ഷ ജിഹാദികളും വളരെ സന്തുഷ്ടരായിട്ടുണ്ട്. അവരൊക്കെ ആർപ്പ് വിളിച്ച് ആഘോഷിക്കുകയാണ്. ഇതിനെ ചില ആളുകൾ മഹാത്മാഗാന്ധിയുടെ ഉപ്പ് സത്യാഗ്രഹത്തോടും മറ്റുമൊക്കെയാണ് താരതമ്യം ചെയ്തത്. ഗാന്ധിജി എവിടെ, SIO എവിടെ, സ്റ്റുഡിയോ എവിടെ, ഉപ്പ് നികുതി എവിടെ? ഏതായാലും സംഗതി ജോറാകുന്നുണ്ട്. ഈ ഉപ്പ് സത്യാഗ്രഹത്തോടു കൂടി SIO എന്ന് പറഞ്ഞ സംഘടന ലോക നിലവാരത്തിൽ തന്നെ അറിയപ്പെടും. ഇപ്പോൾ ഗ്രേറ്റ തുൻബർഗിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘം സ്വീഡനിൽ നിന്ന് ഗസയിലേക്ക് സഹായമായിട്ട് പുറപ്പെട്ടിട്ടുണ്ട്. അവരവിടം വരെ എത്തും. അതിന് മുമ്പ് ഇസ്രായേൽ വല്ല കടുങ്കൈ ചെയ്യുമെന്ന് നമുക്കറിയില്ല. ഏതായാലും അതിനു മുമ്പായിട്ട് തന്നെ ഇവിടെ കോഴിക്കോട്ട് സമരം ചെയ്ത് SIOക്കാർ കഴിവ് തെളിയിച്ചു എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഇതുപോലുള്ള സംഘടനകളും ഇതുപോലുള്ള സമരങ്ങളും ഉള്ളതുകൊണ്ടാണ് ഈ നാട്ടിൽ ഇപ്പോഴും മഴ പെയ്യുന്നത്, അല്ലെങ്കിൽ ഇടവപ്പാതിക്ക് മഴ പെയ്യില്ലായിരുന്നു. ഏതായാലും SIOക്ക് വിജയാശംസകൾ നേരുന്നു. സ്റ്റുഡിയോ മാത്രം പൂട്ടിയാൽ പോരാ, ടാറ്റയുടെ സകല സ്ഥാപനങ്ങൾ പൂട്ടിക്കണം, അവൻ്റെ കുത്തുവാളെടുപ്പിക്കണം, അല്ലാതെ വേറെ യാതൊരു വിട്ടുവീഴ്ചയില്ല. ഏതായാലും ഈ വീരശൂര പരാക്രമികളായ SIOക്കാർക്ക് പ്രത്യേകമായിട്ട് കൂടി ഒരു പെരുന്നാൾ ആശംസ നേർന്നുകൊണ്ട് അവസാനിപ്പിക്കുന്നു. ഖുദാ ഹഫീസ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.